റേഡിയേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാധ്യമങ്ങളിലും അല്ലെങ്കിൽ നമ്മളോട് ചർച്ച ചെയ്യുന്ന ആളുകളുമൊക്കെ എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ മണിക്കൂറുകളോളം ഉപയോഗിക്കുകയാണ്, എനിക്ക് തലച്ചോറിൽ ക്യാൻസർ വരുമോ? കുറച്ചുകൂടി അറിയാവുന്നവർ പറയും അത് ഗ്ലയോബ്ലാസ്റ്റോമ മൾട്ടിഫോമിൽ തന്നെ വരുമോ? എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു മൊബൈൽ ടവർ വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ അതിനെതിരായിട്ട് കോടതിയിൽ പോകണമോ? മൈക്രോവേവ് ഓവൻ വീട്ടിലുണ്ട്, നമുക്കത് കൊണ്ട് ആഹാരം നല്ലവണ്ണം പെട്ടെന്ന് ചൂടാക്കാൻ കഴിയും, പക്ഷേ അതുകൊണ്ട് പ്രശ്നം പറ്റുമോ? അതിൽ ഡാമേജ് ഉണ്ടാകുമോ? 50 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും മാമോഗ്രാഫി എടുത്തിട്ട് ക്യാൻസർ ഉണ്ടോ എന്ന്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഇത് കാരണം ക്യാൻസർ പിടിക്കുമോ? ഇപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ റേഡിയേഷനെ കുറിച്ചാണ്. ഇപ്പം ഈ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു ഭീകര സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ഈ പ്രപഞ്ചമുണ്ടായ നിമിഷം മുതലേ ഇവിടെ റേഡിയേഷനുണ്ട്. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ അല്ലെങ്കിൽ സർവ്വ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് റേഡിയേഷൻ കൊണ്ട് മാത്രമാണ്. റേഡിയേഷൻ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവനും ഉണ്ടാകുമായിരുന്നില്ല. ഈ റേഡിയേഷന് ഈ ഭൂമിയിലെ എല്ലാ ജീവനെയും നശിപ്പിക്കാനും കഴിവുണ്ട്. അപ്പോൾ എന്താണ് ഈ റേഡിയേഷൻ? റേഡിയേഷൻ എന്ന് നമ്മൾ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നൊക്കെ പറയുന്ന കണങ്ങളെയാണ്. അത് സൂര്യനിൽ നിന്ന് വരുന്നു, ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ, അതാണ് നമ്മൾ കാണുന്ന വെളിച്ചം, വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ 200 മുതൽ 700 വരെ നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള വേവ് ലെങ്ത്തുള്ള തരംഗങ്ങളാണ് ഈ വിസിബിൾ ലൈറ്റ്. ഈ വിസിബിൾ ലൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഫോട്ടോസിന്തസിസ് കാരണമാണ് ലോകത്ത് ജീവൻ നിലനിൽക്കുന്നത്. 6 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡിനെയും 12 മോളിക്യൂൾ വെള്ളത്തിനെയും ഉപയോഗിച്ച്, ഈ തരംഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ഗ്ലൂക്കോസ് ഉൽപ്പാദിക്കപ്പെടുന്നു, ATP ഉണ്ടാക്കുന്നു. ഈ ATP ആണ് നമ്മുടെ ജീവന്റെ ആധാരം. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വചരാചരങ്ങളുടെയും ആധാരം ഈ സൺലൈറ്റ് ആണ്. സൺലൈറ്റ് ഇല്ലെങ്കിൽ ഇവിടെ ജീവൻ ഉണ്ടാവുകയില്ല. പക്ഷേ ഈ റേഡിയേഷൻ കൊണ്ട് ജീവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ? റേഡിയേഷൻ ഒരു വലിയൊരു സ്പെക്ട്രമാണ്. അതിൻ്റെ ഒരു അങ്ങേ അറ്റത്ത് ഉണ്ട് അൾട്രാ വയലറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് കഴിഞ്ഞിട്ട് എക്സ്റേ ഉണ്ട്, പിന്നെ ഗാമ റേ ഉണ്ട്. അൾട്രാ വയലറ്റ് രശ്മികൾ, എക്സ് രശ്മികൾ, ഗാമ രശ്മികൾ, ഇതൊക്കെ തന്നെ ഈ റേഡിയേഷനിലുണ്ട്. അതൊക്കെ സൂര്യനിൽ നിന്ന് വന്നുകൊണ്ടുമിരിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഭൂമണ്ഡലത്തിൽ കാര്യമായി എത്തുന്നില്ല. നമ്മെ സംരക്ഷിക്കാൻ വലിയൊരു കവചം നമുക്ക് ചുറ്റുമുണ്ട്, ഓസോൺ കവചം. ഓസോൺ കവചത്തിൻ്റെ സുരക്ഷ കാരണമാണ് ഈ ഭൂമിയിൽ, എർത്ത് എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ഈ രശ്മികൾ എത്താത്തതും അതുകൊണ്ട് ഇവിടെ ജീവൻ നിലനിൽക്കുന്നതും. അതുകൊണ്ടാണ് ചന്ദ്രനിൽ ജീവൻ ഇല്ലാത്തത്, കാരണം അതിന് ഓസോൺ കവചമില്ല. അതുകൊണ്ടാണ് ചൊവ്വയിലും വ്യാഴത്തിലും ജീവൻ ഇല്ലാത്തത്, കാരണം അവിടെ ഓസോൺ കവചമില്ല. അപ്പം ഈ റേഡിയേഷനാണ് നമ്മുടെ ജീവന്റെ ആധാരം. ഈ റേഡിയേഷൻ തന്നെയാണ് ജീവനെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു വസ്തുവും. അതുകൊണ്ട് റേഡിയേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യമല്ല, അതിലും കവിഞ്ഞ ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം ഈ റേഡിയേഷൻ്റെ സ്പെക്ട്രം ഏറ്റവും തരംഗ ദൈർഘ്യമുള്ളത് റേഡിയോ വേവാണ്. മാർക്കോണി കണ്ടുപിടിച്ച റേഡിയോ വേവ്, മീറ്ററുകളോളം നീളമുള്ള റേഡിയോ വേവ് തൊട്ട്, അത് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ വിസിബിൾ ലൈറ്റ് ഉണ്ട്, പിന്നെ മൈക്രോവേവ് ഉണ്ട്. ഇങ്ങനെ വലിയ ദൈർഘ്യങ്ങളുണ്ട്. ഇപ്പം ഇതിനകത്ത് റേഡിയോ വേവ് കൊണ്ട് നമുക്കൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. റേഡിയോ വേവ് നമ്മുടെ ചുറ്റുമുണ്ട്, റേഡിയോ വേവ് നമ്മുടെ ചുറ്റും നടന്നു കിടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സംശയമുള്ളത് മൊബൈലിനെ കുറിച്ചാണ്. മൊബൈലിൽ ഉപയോഗിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസിയാണ്. ഈ റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഈ മൊബൈലിൽ ഉപയോഗിക്കുന്നതിൻ്റെ തരംഗ ദൈർഘ്യം ഏതാനും സെൻറ്റിമീറ്ററുകളാണ്. അതിന് അധിക ശക്തിയൊന്നുമില്ല. അത് കാരണം തന്നെ അതിന് നമ്മുടെ DNA നശിപ്പിക്കാൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ജനിതക മാറ്റം വരുത്താൻ കഴിയില്ല. മൊബൈലിൽ നിന്ന് വരുന്ന തരംഗങ്ങൾക്ക് ഇന്നേ വരെ ഒരു സെല്ലിനും കൃത്യമായ ഡാമേജ് ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് ആരും തന്നെ തെളിയിച്ചിട്ടില്ല. പിന്നെ എന്തുണ്ടാക്കാൻ കഴിയും? അതിൽ നിന്ന് വരുന്ന എനർജി ഹീറ്റ് ഉണ്ട്, ഹീറ്റ് എനർജി അതിൽ നിന്ന് വരുന്നു.
അപ്പോൾ ഈ ഹീറ്റ് എനർജി വരുന്നത് കൊണ്ട് അത് ചൂടാകാം. നമ്മളൊരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചൂടാകും. അപ്പോൾ ഈ ഹീറ്റ് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂട് സംഭവിക്കുക എന്നതിൽ കവിഞ്ഞ് കൂടുതലൊന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മൾ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 10-20 കൊല്ലമേ ആയിട്ടുള്ളൂ. ഇനി ഒരു 60-100 കൊല്ലം കഴിയുമ്പോൾ ഈ മൊബൈൽ കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അന്ന് നമുക്ക് തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് പറയുകയാണ്, മൊബൈൽ കൊണ്ട് ഇപ്പോഴൊരു കുഴപ്പവും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും അത് അധികം ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ മൊബൈലിൽ നിന്ന് വരുന്ന റേഡിയോ ഫ്രീക്വൻസി നമ്മിൽ പതിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമുക്കൊരു ഇയർഫോൺ വെക്കാം. ഇയർഫോൺ വെച്ചിട്ട് വയർ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ റേഡിയേഷൻ പോലും വരില്ല. റേഡിയേഷൻ, ഈ മൊബൈൽ ഫോണുകളിൽ നിന്ന് വരുന്ന റേഡിയേഷനെ കുറിച്ച് ഒരളവുകളുണ്ട്. 1.6 വാട്ട് വരെയുള്ള റേഡിയേഷൻ വരെയുള്ള മൊബൈലെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് FDA പോലും അംഗീകരിച്ചിട്ടുണ്ട്. അത്തരം മൊബൈലുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുള്ളൂ. ആ മൊബൈലിൽ പോലും അത്രയും റേഡിയേഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇയർഫോൺ ഉപയോഗിക്കാം. അപ്പോൾ ഈ മൊബൈൽ ടവറിനെ കുറിച്ച് എന്താണ്? മൊബൈൽ ടവർ ഇപ്പം വളരെ വളരെ പ്രശ്നമാണ് നമുക്കെല്ലായിടത്തും. ഈ മൊബൈൽ ടവർ എൻ്റെ വീട്ടിൽ വേണ്ട, അപ്പുറത്തെ ആളുടെ അപ്പുറത്തെ വീട്ടിലായിക്കോട്ടെ എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും മൊബൈൽ ടവറാണ് പോക്കറ്റിട്ടുകൊണ്ട് കിടക്കുന്നത്. ഈ മൊബൈൽ ഫോണിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് മൊബൈൽ ടവർ ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ വലിയ വ്യാസത്തിൽ ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ അറിവനുസരിച്ചിട്ട്, ഈ നിമിഷം വരെയുള്ള അറിവനുസരിച്ചിട്ട് ഇന്നേ വരെ മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടുള്ള ഒരു തെളിയിക്കപ്പെട്ട ഒരു രേഖകളും നമുക്ക് മുമ്പിലില്ല. എങ്കിലും കഴിയുന്നതും കുറച്ചുപയോഗിക്കുക എന്ന ഒരു സാമാന്യ തത്വം ഇവിടെയും പ്രയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ മൈക്രോവേവ് ഓവനെ കുറിച്ച്, മൈക്രോവേവ് മറ്റൊരു തരംഗമാണ്. റേഡിയോ ഫ്രീക്വൻസി പോലെയുള്ള മറ്റൊരു തരംഗമാണ് മൈക്രോവേവ്. ഈ മൈക്രോവേവ് ആകെ ചെയ്യുന്നത് അത് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണ്. അത് ജലത്തിൽ, എവിടെയാണ് ജലമുള്ളത് അവിടുത്തെ മോളിക്യൂളുകളെ പരസ്പരം അടുപ്പിച്ച് അതിൽ ചൂട് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു പാത്രത്തിൽ കുറേ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടാവും, പാത്രം ചൂടാവുകയില്ല. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ തിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മൈക്രോവേവ് ആണെങ്കിൽ അതിൽ നിന്ന് ലീക്ക് ചെയ്യില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ലീക്ക് ചെയ്താലോ? ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തും വേണമെങ്കിൽ ചൂട് വർദ്ധിപ്പിക്കാം. അപ്പോൾ മനുഷ്യ ശരീരം 80% വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഇത് ചൂട് കൂടാം. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിലപ്പം പ്രശ്നം വന്നാലോ. നമ്മൾ കരുതലെടുക്കുന്നത് കൊണ്ട് മൈക്രോവേവ് ഓൺ ചെയ്ത് കുറച്ച് ദൂരെ മാറി നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ചിട്ട് അതൊരു അപകടകാരിയോ ആയ ഒരു സാധനമൊന്നുമല്ല. പക്ഷേ ഒരു കരുതലോടെ നമുക്ക് മൈക്രോവേവിനെ നമുക്ക് നേരിടാം. ഇനി എക്സ്റേ പരിശോധനകളെക്കുറിച്ച് എല്ലാവർക്കും ഭയമാണ്. ഒരുപാട് നാളായി ചുമയ്ക്കുന്നു, പക്ഷേ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്യാൻസർ വരുമോ, അപ്പോൾ ചുമയ്ക്കണോ എക്സ്റേ എടുക്കണോ എന്നൊരു പ്രശ്നമാണ്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് റേഡിയേഷൻ കൊള്ളുന്നുണ്ട്. എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു വർഷം 3 മില്ലി സിവർട്ട് റേഡിയേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വീട്ടിനകത്ത് കയറിയാലോ എന്ന്. വീട്ടിനകത്ത് കയറിയാലും നമുക്ക് റേഡിയേഷൻ കിട്ടും. വീട്ടിനകത്ത് നിന്ന് സൂര്യരശ്മികൾ വരുന്നില്ലെങ്കിലും നമ്മളുടെ ചുമരുകളിൽ നിന്ന് റേഡിയേഷൻ വരുന്നുണ്ട്. ചുമരുകളിലെ ഇഷ്ടികകളിൽ നിന്ന് റേഡിയേഷൻ വരുന്നുണ്ട്. ഈ റേഡിയേഷൻ എല്ലാം തോടെ ഒരു 3 മില്ലി സിവർട്ടിനകത്ത് നിൽക്കും. അത് നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളൊരു എക്സ്റേ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാലോ അത് 0.1 മില്ലി സിവർട്ടേ ഉള്ളൂ. അതായത് നമുക്ക് ഒരാഴ്ച കിട്ടുന്ന റേഡിയേഷൻ മാത്രം. അപ്പോൾ അതുകൊണ്ട് എക്സ്റേ ടെസ്റ്റ് എടുക്കുന്നത് കൊണ്ട് വലിയ അപകടമൊന്നുമില്ല എന്ന് വെച്ചിട്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും എക്സ്റേ എടുക്കണമെന്ന് ആരും പറയില്ല. അതുപോലെ ഒരു CT സ്കാൻ, തലയുടെ ഒരു CT സ്കാൻ എടുക്കുകയാണെങ്കിൽ 2 മില്ലി സിവർട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കൊരു 8 മാസം കൊണ്ട് കിട്ടാവുന്ന ഒരു റേഡിയേഷൻ മാത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതേസമയം ഇപ്പോൾ എല്ലാവരും പെറ്റ് സ്കാനാണ്. അതാണ് ഇപ്പോഴത്തെ ഫാഷൻ. പെറ്റ് സ്കാൻ സ്ഥാപിക്കണം, പെറ്റ് സ്കാൻ എടുക്കണം, അതിന് ഒരുപാട് പൈസ കൊടുത്തിട്ട് 4 പേരോട് പറയണം. പെറ്റ് സ്കാൻ കുറച്ചുകൂടി റേഡിയേഷൻ തരുന്നു. നമുക്ക് അത് 25 മില്ലി സിവർട്ട് റേഡിയേഷൻ തരുന്നു. അപ്പോൾ അതായത് നിങ്ങൾ 8 വർഷം കിട്ടാൻ പോകുന്ന റേഡിയേഷൻ പെറ്റ് സ്കാനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ പെറ്റ് സ്കാൻ എടുക്കുമ്പോൾ നമ്മൾ കരുതലോടെ ഇരിക്കണം. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ബാക്കി ഒരുപാട് സ്കാനുകളുണ്ട്, അതിൽ നിന്നൊക്കെ റേഡിയേഷൻ വിട്ടുമോ എന്നുള്ളത്. അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസൗണ്ടിൽ ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് മാത്രമേ അയണൈസിങ് പവർ ഉള്ളൂ. ഇത് വെറും ശബ്ദ തരംഗങ്ങളാണ്. അതുകൊണ്ട് അൾട്രാസൗണ്ട് ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം യാതൊരു കുഴപ്പവും വീണ്ടും ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയും. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് നമ്മൾ പറയുക. അല്ലാതെ പരമ്പരാഗതമായിട്ട് ഇതിനൊന്നും കുഴപ്പമില്ല, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല എന്നൊന്നും പറയില്ല. ശാസ്ത്രത്തിൽ പറയുക ഇന്നേ വരെ ഒരു കുഴപ്പവും കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് നമ്മൾ ഉപയോഗിക്കും. റേഡിയോളജിയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെക്നിക്കാണ് MRI. അവിടെ ഒരു കാന്തിക വലയത്തിൽ ഒരു റേഡിയോ ഫ്രീക്വൻസി
നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുകയാണ്. അവിടെയും യാതൊരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. അതേസമയം മെറ്റൽ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, ചില ക്ലിപ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് മാഗ്നറ്റ് അതിനെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ ക്ലിപ്പുകളൊന്നും മാഗ്നറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ പല എയർപോർട്ടുകളിലും ഹോൾ ബോഡി സ്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്രത്തിലൊക്കെ നമ്മൾ കാണുന്നത് എക്സ്റേ സ്കാനാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്കെല്ലാം പേടിയുണ്ട്, പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ഭയമുണ്ട്, ഈ സ്കാനിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന്. മനസ്സിലാവുക, അത് എക്സ്റേ സ്കാൻ അല്ല. എക്സ്റേ സ്കാൻ ഒരിടത്തും വെക്കാനും പറ്റില്ല. അത് വെച്ചിരിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി സ്കാൻ മാത്രമാണ്. ഈ റേഡിയോ ഫ്രീക്വൻസി സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന അതേ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബോഡി സ്കാനിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ട് നമ്മൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷേ നമ്മൾ ഒളിപ്പിച്ച് വെച്ച തോക്ക് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്രേ അതിനകത്തുള്ള പ്രശ്നമുള്ളൂ. അപ്പം ഇവിടെയും നമുക്ക് റേഡിയേഷൻ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അപ്പം റേഡിയേഷനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? റേഡിയേഷനെ നമ്മൾ നേരിടുകയല്ല. റേഡിയേഷൻ കാരണമാണ് ഞാനിവിടെ ഉള്ളത്, നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത്, ഈ പ്രപഞ്ചമുള്ളത് റേഡിയേഷൻ കാരണമാണ്. അപ്പം ഈ റേഡിയേഷനോട് നമ്മൾ നമസ്തേ പറയുക. സൂര്യ നമസ്കാരം ചെയ്യുന്നത് സൂര്യൻ കാരണമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് നമ്മൾ അംഗീകരിക്കുക. അതേസമയം തന്നെ റേഡിയേഷൻ കൊണ്ട് കരുതലോടെ ദുരന്തം വരാതെ നോക്കുക. അൾട്രാ വയലറ്റ് രശ്മികൾ ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം ഇല്ലാതാകും. അൾട്രാ വയലറ്റ് രശ്മികളെ നമ്മളെ സംരക്ഷിക്കുന്നത് ഓസോൺ കവചമാണ്. ഓസോൺ കവചം ഇവിടെ നിന്ന് ഏകദേശം 10-30 കിലോമീറ്റർ മുകളിൽ നമുക്ക് ഭൂമിക്ക് ചുറ്റും 300 ഡാപ്സോൺ കട്ടിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി 3 മില്ലിമീറ്റർ കട്ടിയുള്ള ഓസോൺ, 3 മില്ലിമീറ്റർ കട്ടിയുള്ള ഓസോൺ ആണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതിൻ്റെ 4% ഈ അടുത്ത കാലത്ത് തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഓസോണിൽ ചെറിയ തുളകൾ വീണിരിക്കുന്നു. ഈ തുളകളിലൂടെ അൾട്രാ വയലറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിന്തസിസ് തടയപ്പെടും. നമുക്ക് കൂടുതൽ ക്യാൻസറുകൾ വരും. ക്രമേണ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാകും. അപ്പോൾ നമുക്ക് വരും തലമുറകൾക്ക് വേണ്ടി നല്ല റേഡിയേഷൻ ഏറ്റുകൊണ്ട് തന്നെ മോശം റേഡിയേഷനെ തടയുവാൻ വേണ്ടി ഓസോൺ ലെയറിനെ സംരക്ഷിക്കണം. അതെങ്ങനെ സംരക്ഷിക്കും? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഈ സാധനങ്ങൾ ഉള്ള റെഫ്രിജറന്റും മറ്റ് സാധനങ്ങളുമാണ് ഓസോൺ പ്രതലത്തിന്റെ ദ്വാരമുണ്ടാക്കുന്നത്. അതൊന്നും ഉപയോഗിക്കാതിരിക്കുക, ഈ ഓസോൺ പ്രതലത്തെ സംരക്ഷിക്കുക, മൊബൈൽ കാര്യക്ഷമമായി ഉപയോഗിക്കുക, കൃത്യമായിട്ട് ഉപയോഗിക്കുക, റേഡിയേഷനെ ഭയക്കരുത്. റേഡിയേഷൻ നമ്മളെ ജീവൻ നിലനിർത്തുന്ന ഒന്ന് മാത്രമാണ്. അതിന് നമ്മൾ നമസ്തേ പറയുക. നന്ദി, നമസ്കാരം. അൾട്രാ വയലറ്റ് റേസ് വിറ്റമിൻ ഡി ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്ര സമയം കൊള്ളണം, എപ്പോൾ കൊള്ളണം എന്നൊരു ചോദ്യം ഇന്നലെ ഇവിടെ വരികയായിരുന്നു. അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ക്യാൻ യു ഗീവ് എ സൂട്ടബിൾ ആൻസർ ഫോർ ദാറ്റ്? അൾട്രാ വയലറ്റ് രശ്മികൾ 3 തരമുണ്ട്, എ, ബി, സി. അതിൽ അൾട്രാ വയലറ്റ് ബി രശ്മികളാണ് നമുക്ക് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് നേരമോ അല്ലെങ്കിൽ മണിക്കൂറുകളോ ആവശ്യമില്ല. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള പല പഠനങ്ങളും പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു വൈറ്റ് സ്കിൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കുറച്ച് നേരം കൊണ്ടാൽ മതി. അതേസമയം നമ്മൾ ഈ ട്രോപ്പിക്കൽ കൺട്രിയിലുള്ള നമ്മളെപ്പോലെയുള്ള ഇന്ത്യക്കാരനെ വളരെ കറുത്ത ആളാണെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് നേരം കൊണ്ടാൽ പോലും ആവശ്യമുള്ള വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് വൈറ്റമിൻ ഡി ഭക്ഷണത്തിലുണ്ട്, മത്സ്യത്തിലുണ്ട്, മറ്റ് പല സാധനങ്ങളിലുമുണ്ട്. അപ്പം വൈറ്റമിൻ ഡി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ വൈറ്റമിൻ ഡിയുടെ ഒരു വലിയൊരു ഡെഫിഷ്യൻസി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരു ദേശീയമായ രീതിയിൽ ഏറ്റെടുക്കുന്ന ഒരു പ്രശ്നമായിട്ടുണ്ട്. അത് സൂര്യനിൽ കൂടി അല്ല പരിഹരിക്കേണ്ടത്, ഗുളികയിൽ കൂടെ തന്നെ പരിഹരിക്കണമെന്ന ഒരു തീരുമാനമുണ്ട്. പിന്നെ സ്കിൻ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളിലും വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം സൂര്യൻ വെളിച്ചം കൊള്ളുന്നത് സ്കിൻ ക്യാൻസറിലോട്ട് നീക്കുമെന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഈ വൈറ്റ് സ്കിൻ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം നമ്മുടെ ഈ കറുത്ത തൊലി ഈ ക്യാൻസറിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഡി ആവശ്യമാണ്, അത് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും. ഇതാണ് അതിനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ സാമാന്യമായ ചിന്ത. അല്ല, അങ്ങനെ കൃത്യം 12 മണി മുതൽ 12:30 വരെ എന്നൊന്നും അങ്ങനെയൊന്നും കണക്കൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല, പലപ്പോഴും പറയുന്നത് ഈ വൈകുന്നേരങ്ങളിലും രാവിലെയും കൊള്ളുന്നതാണ്. കാരണം അന്നേരം നമുക്ക് ഇത് സൂര്യ വെളിച്ചം കൊള്ളാൻ നമുക്ക്
പറ്റുകയും അതേസമയം വെയിലിൻ്റെ കാഠിന്യം നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കുകയും ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ സാധാരണ ചെയ്യുന്ന രാവിലെയും വൈകുന്നേരവും നടക്കാൻ പോകുന്നതും മറ്റും തന്നെ ഇത് നമുക്ക് ആവശ്യമുള്ളതുണ്ടാകും, ഭക്ഷണത്തിലും കൂടെ ഉണ്ടാകും. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ, അപ്പം രാവിലെ ഫുൾ യൂണിഫോം ഇട്ടിട്ട് ബസ്സിൽ കയറ്റി വിടുന്നു, അത് കഴിഞ്ഞ് മുഴുവൻ നേരവും സ്കൂളിനകത്തിരിക്കുന്നു, തിരിച്ച് വീണ്ടും ബസ്സിനകത്ത് വരുന്നു, ടി വിയുടെ മുമ്പിലിരിക്കുന്നു, സൂര്യപ്രകാശം ഒരുപക്ഷെ ടി വിയിൽ മാത്രം കാണുന്ന ഒരവസ്ഥയിലാണ്. സൂര്യപ്രകാശത്തിലോട്ട് അവർ ഇറങ്ങുന്നേ ഇല്ല. അപ്പോൾ അത് അപകടകരമാണ്. ഞാനൊന്ന് ചോദിക്കാമല്ലോ, ഞാനിപ്പോൾ ശ്രോതാവാണല്ലോ. ഞാനും ചോദിക്കുന്നത്, ഈ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വണ്ടിയിൽ പോകുന്നു, അപ്പം ഗ്ലാസ് പൊക്കി AC ഇട്ട് പോകുന്നു, ഈ ടിൻഡർ ഗ്ലാസ് അല്ല പ്ലെയിൻ ഗ്ലാസ്, അപ്പോൾ നമ്മുടെ ദേഹത്ത് വെയിലടിക്കുന്നുണ്ട്. അങ്ങനെ അടിക്കുന്നത് കൊണ്ട് വൈറ്റമിൻ ഡി ഒരു പ്രയോജനവും കിട്ടുന്നില്ല, വൈറ്റമിൻ ഡി നമുക്ക് നേടാൻ കഴിയുന്നില്ല എന്ന് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല. കാരണം ത്രൂ എ ഗ്ലാസ് ഇഫ് ഇറ്റ് ഈസ് വെയിലിങ്ങനെ നമ്മുടെ ദേഹത്ത് അടിക്കുകയാണെങ്കിൽ അത് പ്രയോജനരഹിതമാണെന്നോ പ്രയോജന കുറഞ്ഞ ഒരു വെയിലാണെന്നോ അങ്ങനെ എന്തെങ്കിലും? അതായത് ഈ അൾട്രാ വയലറ്റിനെ പ്രിവെന്റ് ചെയ്യാൻ ഈ ഗ്ലാസുകൾക്ക് കഴിവുണ്ടോ എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഈ ഗ്ലാസുകൾക്ക് അൾട്രാ വയലറ്റിനെ ഈ ടിൻഡഡ് അല്ലാത്ത ഗ്ലാസുകൾക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിവുള്ളതായിട്ട് തെളിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ടിൻഡഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നതും നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്നതും ഒക്കെ ഈ അൾട്രാ വയലറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ടിൻഡഡ് അല്ലാത്ത ഗ്ലാസുകളിൽ കൂടി അൾട്രാ വയലറ്റിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞായിട്ടറിയില്ല. അധികമായാൽ അമൃതും വിഷം എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ എന്ന് മാത്രമല്ല, ഈ മൊബൈൽ ഫോൺ അമൃതാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അമൃത് പോലും അധികമായാൽ വിഷമാകുമ്പോൾ മൊബൈൽ ഫോൺ അധികമായാൽ കൃത്യമായിട്ടും വിഷമായേ പറ്റൂ. അപ്പോൾ മൊബൈൽ ഫോണിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അനുഭവം ഒരു 10-20 വർഷത്തതേ ഉള്ളൂ. ഈ 20 വർഷം നമ്മൾ നടത്തിയ പരിമിതമായ പഠനങ്ങൾ, ഇപ്പോൾ UK ഒരു 1,00,000 പേരുടെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. 1,00,000 മൊബൈൽ ഉപയോഗിച്ച ആളുകളും മൊബൈൽ ഉപയോഗിക്കാത്ത ആളുകൾ. എന്നിട്ട് നോക്കിയപ്പം ക്യാൻസറിൻ്റെ വർധനവ് കണ്ടിട്ടില്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഏകദേശം 10-20,000 പേരെ അവർ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റഡി തന്നെ വളരെ കൃത്യമായ സ്റ്റഡിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മൊബൈൽ ഉപയോഗിച്ചു എന്ന് പറയുന്ന ആളുകൾ എത്ര ഉപയോഗിച്ചു, അത് ഏതുതരം മൊബൈലാണ് ഉപയോഗിച്ചത്, ഉപയോഗിക്കാത്ത ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ സ്റ്റഡീസ് പരിമിതിയുണ്ട്. പക്ഷേ ഈ പരിമിതിയുള്ള സ്റ്റഡികളിലൊന്നും ഇത് തെളിയിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും റേഡിയോളജിയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ആസ് ലോ ആസ് റീസണബിളി അച്ചീവബിൾ, അലാറ പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ പറയുക. റേഡിയേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് അലാറ പ്രിൻസിപ്പിൾ, ആസ് ലോ ആസ് റീസണബിളി അച്ചീവബിൾ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ നമ്മൾ അലാറയായിട്ട് ഉപയോഗിക്കണം. അതായത് ഏറ്റവും കുറച്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒന്ന് ഈ കുട്ടികളുടെ കാര്യം നമുക്കറിയില്ല. ഈ സ്റ്റഡി മുഴുവൻ നടത്തിയിരിക്കുന്നത് അഡൽസിലാണ്. കുട്ടികൾ ഒരു 50 വർഷം കഴിയുമ്പോൾ, ആ കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ച കുട്ടികൾ 50 വർഷം കഴിയുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും എന്ന കാര്യം നമ്മൾക്കറിയില്ല. മൊബൈൽ റേഡിയേഷൻ കൃത്യമായിട്ട് ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് മൈസിൽ അവർ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. എലികളിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർ കണ്ടിരിക്കുന്നത്, അവർ 2 വർഷം തുടരെ 9 മണിക്കൂർ വീതം ഈ എലികളിൽ ഈ വളരെ ഹൈ ലെവലിലുള്ള റേഡിയേഷൻ, ഈ മൊബൈൽ റേഡിയേഷൻ കൊടുത്തു തുടങ്ങി. അപ്പോൾ അതിൽ ആൺ എലികളിൽ ചെറിയൊരു ശതമാനം ക്യാൻസർ ഉണ്ടായിട്ട് കാണുന്നുണ്ട്, പെണ്ണെലികളിൽ ക്യാൻസർ വന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇത് മനുഷ്യന് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു സവിശേഷത എവിടെയാണ്, അറിയാവുന്നത് അറിയാമെന്നും അറിയില്ലാത്തത് അറിയില്ല എന്നും പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മൊബൈൽ നമുക്ക് അത്യാവശ്യമായതുകൊണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്തത് കൊണ്ടും നമ്മൾ വളരെ കുറച്ച് നേരം ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ വളരെ അത്യാവശ്യമാണ്. കാരണം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എന്ന് വെച്ചിട്ട് എൻ്റെ സുഹൃത്ത് എഴുതിയ നോവൽ എന്നെ മൊബൈലിൽ കൂടെ പറഞ്ഞ് കേൾപ്പിക്കരുത്. അതിന് ഞാനും അയാൾ നേരിട്ടിന്ന് പറയുകയോ അതല്ലെങ്കിൽ അയാൾ എൻ്റെ ലാൻഡ് ഫോണിൽ കൂടെ പറയുകയോ ചെയ്താണ്. മൊബൈലിൽ കൂടെ ആ പരിപാടി ചെയ്യരുത്. പിന്നെ ഒരു വളരെ രസകരമായ ഒരു സ്റ്റഡി ഉണ്ട്. 50 മിനിറ്റ് നമ്മൾ മൊബൈൽ ഒരു ചെവിയിൽ വെച്ച് കഴിഞ്ഞ് അതിനുശേഷം ആ ഭാഗത്തെ ബ്രെയിനിലും മറ്റേ വശത്തെ ബ്രെയിനിലും കൂടെ അവർ സ്റ്റഡി ചെയ്തപ്പം ഈ മൊബൈൽ വെച്ച ഭാഗത്തെ ബ്രെയിനിൽ കുറച്ച് ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം കൂടിയതായിട്ടുണ്ട്. ഈ ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം കൂടിയത് അപകടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ അപ്പോൾ ഇത്തരം മേഖലകളിൽ വളരെ വളരെ കാര്യമായ സ്റ്റഡി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം മൊബൈൽ ഉപയോഗിക്കുന്ന രാജ്യമായതുകൊണ്ടും
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് തന്നെ സ്റ്റഡി നടത്താവുന്ന ഒരു ഏരിയ ആയതുകൊണ്ടും ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും നല്ലൊരു പബ്ലിക്കേഷൻ ഇവിടെ നിന്ന് വരട്ടെ എന്നെനിക്ക് മാത്രമേ ഇതിനകത്ത് പറയാനും ആവുള്ളൂ.